जहाँ आप कुछ नहीं कर सकते वहाँ एक बात पक्की करना, वो है कोशिश। नमस्कार दोस्तों, आप सभी को कोकोनट लेडी चैनल पर स्वागत है। मैं हूँ आपकी श्रीजा। आज मैं आपके लिए एक स्पोकन हिंदी सेक्शन लेके आई हूँ। നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു സ്പോക്കൺ ഹിന്ദി ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ മേയും തുമ്മും ഒക്കെ പഠിച്ചു അല്ലേ. ഇന്ന് നമുക്ക് നിങ്ങൾക്കറിയാവോ ഞാൻ, നിൻ്റെ, നമ്മുടെ എന്നൊക്കെ ഹിന്ദിയിൽ എങ്ങനെ പറയും? അതായത് മൈ, യുവർ, അവർ, ഈ മൂന്ന് ശബ്ദം, അതായത് ഈ മൂന്ന് വാക്കുകൾക്ക് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുക? മേ എന്നുള്ളത് ഞാൻ എന്നാണ്, എൻ്റെ എന്നുള്ളതോ മൈ. हाँ दोस्तों, मैं यानी हम कैसे बोलेंगे माई के लिए? माई इंग्लिश वर्ड है माई. माई के लिए हम हिंदी में क्या बोलेंगे? मेरा, मेरा, എൻ്റെ എന്നുള്ളതിന് നമ്മൾ പറയും മൈ. മൈ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയുക? മേരാ. മൈ, മേരാ. ഇനി യുവർ, യുവർ അതായത് നിൻ്റെ എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? തുംഹാരാ. നിൻ്റെ എന്നുള്ളതിന് തുംഹാരാ. ഇനി നമ്മുടെ എന്നുള്ളതിനോ? ഹമാരാ. നമ്മുടെ എന്നുള്ളതിന് ഹമാരാ എന്ന് പറയും. ഇനി ഈ മൂന്ന് വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഒരു ആളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു കോൺവേഴ്സേഷന്, ഒരു സാധാരണയായി നമ്മൾ ആരെങ്കിലും കണ്ടുമുട്ടിയൊന്ന് പരിചയപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് വാക്കുകളുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അയാളോട് ചോദിക്കാനും എന്തെങ്കിലുമൊക്കെ അറിയാനും പറ്റും. എങ്ങനെയാണെന്നല്ലേ ഒന്ന് നോക്കിയാലോ? അതെ, മീരാ നാം. ഇപ്പം നമ്മൾ സ്വയം പരിചയപ്പെടുത്താണ്. മീരാ നാം ശ്രീജ ഹെ. തുമ്ഹാരാ നാം ക്യാ ഹെ? എൻ്റെ പേര് ശ്രീജ എന്നാണ്. നിൻ്റെ പേരെന്താണ്? തുമ്ഹാരാ നാം ക്യാ ഹെ? മീരാ നാം ശ്രീജ ഹെ. എൻ്റെ പേര് ശ്രീജ എന്നാണ്. തുമ്ഹാരാ നാം ക്യാ ഹെ? നിൻ്റെ പേര് എന്താണ്? അല്ലേ? മേ കോട്ടയം സെ ഹൂം. മേരാ ഘർ കോട്ടയം മേ ഹെ. എൻ്റെ വീട് കോട്ടയത്താണ്. തുമ്ഹാരാ ഘർ കഹാ ഹെ? നിൻ്റെ വീട് എവിടെയാണ്? അല്ലേ? ഇപ്പം മീര, തുമ്ഹാര നമുക്ക് ഡെയിലി ചോദിക്കണം. ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നമ്മൾ ചോദിച്ചു അല്ലേ. ഞാൻ എവിടുന്ന് വരുന്നു എന്ന് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. മേരെ ഘർ മേ മേരെ പതി ഓർ ദോ ബच्चे ഹെ. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും 2 കുട്ടികളുമാണ് ഉള്ളത്. നമുക്ക് അങ്ങോട്ട് ചോദിക്കണം, തുമ്ഹാരെ ഘർ മേ കോൺ കോൺ ഹെ? നിൻ്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? തുമ്ഹാരെ ഘർ മേ കോൺ കോൺ ഹെ? നിൻ്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? കോൺ കോൺ ഹെ ഇല്ലേ? ഇപ്പം മീര, തുമ്ഹാര. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ച് ഉത്തരം പറയുമ്പം മേരെ ഘർ മേ, എൻ്റെ വീട്ടിൽ എന്നല്ലാതെ നമ്മൾ വേറൊരു രീതി പറയാറുണ്ടല്ലേ. ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറയാം. ഹമാരെ ഘർ മേ മമ്മി, പാപ്പ, മേരെ പതി ഓർ 2 ബच्चे ഹെ. അല്ലേ? എൻ്റെ വീട്ടിൽ അല്ല, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും 2 മക്കളുമാണ്. അച്ഛനും അമ്മയും ഹസ്ബൻഡും, അച്ഛനും അമ്മയും ഹസ്ബൻഡും മക്കളുമാണ് ഉള്ളത്. ഹമാരെ ഘർ മേ എന്ന് നമുക്ക് പറയാം അല്ലേ. ഇപ്പം നമുക്ക് ഏകദേശം യൂസേജ് മനസ്സിലായില്ലേ? മേര, തുമ്ഹാര ഓർ ഹമാര. അങ്ങനെ നമുക്ക് 3 ശബ്ദം വെച്ചിട്ട് ഒരു ആക്സിഡൻ്റലി ആണെങ്കിലും ആരെങ്കിലും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു 3 വേർഡ്സ് വെച്ച് നമുക്ക് എങ്ങനെ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് മനസ്സിലായോ? അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചോദിച്ചു, തുമ്ഹാരെ ഘർ മേ കോൺ കോൺ ഹെ? നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മേരെ ഘർ മേ, എൻ്റെ വീട്ടിൽ ഇന്നവരൊക്കെയുണ്ട്. തുമ്ഹാരെ പിതാ കാ നാം ക്യാ ഹെ? നിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? മേരെ പിതാ കാ നാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പേര് പറയാം അല്ലേ. തുമ്ഹാരെ പിതാ കഹാ കാം കർത്തെ ഹെ? തുമ്ഹാരെ പിതാ കഹാ കാം കർത്തെ ഹെ? നിൻ്റെ അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? മേരെ പിതാ, മേരെ എൻ്റെ, മേരെ പിതാ ഫൗജി മേ ഹെ. എൻ്റെ അച്ഛൻ മിലിറ്ററിയിലാണ് എന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ നമ്മൾ സംസാരിച്ചു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ നടത്തി. എന്നിട്ട് നമ്മൾ പറയാം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരണം. എങ്ങനെ പറയും? അഗ്ലി ബാർ ആവോഗേ തോ ഹമാരെ ഘർ മേ ആന. ഹമാരെ ഘർ മേ, ഞങ്ങളുടെ വീട്ടിൽ അല്ലേ. ഹമാര, മേര, തുമ്ഹാര, ഈ 3 വേർഡ്സും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു കോൺവെർസേഷൻ മുന്നോട്ട് നയിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ?
ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ട്രിക്സും കോൺവെർസേഷൻസും ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും ഈ കോക്കനട്ട് ലേഡി ചാനൽ ഫോളോ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ ബൈ ബൈ.